യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ വായിച്ചതായ വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമായിരുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നമ്മൾ മക്കളാകുന്നത് എങ്ങനെയാണ്? അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിലാണ് നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയും എന്ന് നമ്മൾ വായിച്ചത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ പിതാവായി ദൈവം അധികാരം കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്, രക്തത്തിൽ നിന്നല്ല. സാധാരണ നമ്മളുടെ ജനനം, നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ജനനം എങ്ങനെയാണ്? രക്തത്തിൽ നിന്നാണ്, ജഡത്തിന്റെ ഇഷ്ടത്താലാണ്, പുരുഷന്റെ ഇഷ്ടത്താലാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചു പറയുന്നു. എന്താണ് പറയുന്നത്? നമ്മൾ ദൈവമക്കളാകുവാനുള്ള ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എന്നു മാത്രമല്ല, നമ്മൾ അവനിൽ വിശ്വസിക്കുകയും കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കേവലം വിശ്വാസം ഏറ്റുപറയുന്നത് ഒരു അനുഭവമല്ല, മറിച്ച് വിശ്വാസം നാം ദൈവത്തിന്റെ കൽപ്പനകൾ, അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുക വഴിയുള്ള ആ ഒരു വിശ്വാസം. അതേ, അവനെ കൈക്കൊണ്ട് അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീകമായ ജനനം, അതായത് വീണ്ടും ജനനം എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ വളരെ വ്യക്തമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് ഒരിക്കലും രക്തത്തിൽ നിന്നുള്ള ജനനമല്ല, രക്തബന്ധം അതിലില്ല. അപ്പോൾ ദൈവത്തിന് രക്തമില്ല, ദൈവത്തിന് ജഡമില്ല, ദൈവത്തിന് പുരുഷന്റെ ആ ഇഷ്ടം പോലുള്ള ഒരു ഇഷ്ടമില്ല എന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെ ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വീണ്ടും ജനനത്തിലൂടെ ദൈവമക്കളായി തീരുമ്പോൾ രക്തബന്ധമില്ല, ജഡത്തിന്റെ ഇഷ്ടമില്ല, പുരുഷന്റെ ഇഷ്ടമില്ല, മറിച്ച് നമ്മൾ ജനിക്കുന്നത് ബോൺ ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്നത്രേ നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനിച്ച മക്കൾ, അവരാണ് ദൈവത്തിന്റെ മക്കൾ. നമ്മൾ ഇന്നലെ വായിച്ചതായ വേദഭാഗത്തിൽ ഇങ്ങനെയാണല്ലോ കാണുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത്? ധാരാളം കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. നോക്കൂ, ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആളുകൾ കൂടുതൽ ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത് പിശാച് എങ്ങനെയാണ് ഒരാളെ നടത്തുന്നത് എന്നുള്ളതാണ്. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം ദൈവം എങ്ങനെയാണ് നമ്മെ നടത്തുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ. കർത്താവ് യേശുക്രിസ്തു ഗദരദേശത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു ഭൂതഗ്രസ്തനെ കർത്താവ് യേശുക്രിസ്തു കാണുകയാണ്. അവനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പലപ്പോഴും അവനെ തന്നെ ഉപദ്രവിക്കുന്നവനായിരുന്നു, ഇരുമ്പ് ചങ്ങലകളെ പൊട്ടിച്ച് എറിയുന്നവനായിരുന്നു, അവൻ താമസിക്കുന്നത്, കിടന്നുറങ്ങുന്നത് അതേ കല്ലറകളിലായിരുന്നു. അപ്രകാരം പിശാച്, അല്ലെങ്കിൽ പിശാചിന്റെ ആത്മാവ് അതെ അവനെ നയിക്കുന്നതായ അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, പിശാച് എങ്ങോട്ടാണ് നയിക്കുന്നത്? സാധാരണ അവന്റെ ഭവനത്തിൽ കിടന്ന് ഉറങ്ങുവാൻ അവനെ പിശാച് അനുവദിക്കുന്നില്ല. അവനെ നയിക്കുന്നത് അത് കല്ലറകളിലേക്കാണ്. അതേപോലെ തന്നെ അവനെ നയിക്കുന്നത് അവന്റെ ശരീരത്തെ ഉപദ്രവിക്കുവാനും അവനെ നശിപ്പിക്കുവാനും ഒക്കെ പിശാച് അവനെ സമ്മർദ്ദപ്പെടുത്തുന്നു, അവനെ നയിക്കുന്നെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ സാധാരണയായിട്ട് ആ ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഈ ഗദരദേശത്തെ ഈ ചെറുപ്പക്കാരൻ അതേ കർത്താവിന്റെ പ്ലാനിൽപ്പെട്ട ഒരുവനായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ലോക സ്ഥാപനത്തിനു മുമ്പ് നമ്മെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തു. അതേ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ കണ്ടു. അതുപോലെ തന്നെ കണ്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഗദരദേശത്തെ ഈ ചെറുപ്പക്കാരൻ. പക്ഷെ ഇപ്പോൾ അവന്റെ പേര് ഭൂതഗ്രസ്തൻ എന്നുള്ളതാണ്. അവന്റെ പേര് അവിടെ പരാമർശിക്കുന്നില്ല, പിന്നീടും പരാമർശിക്കുന്നില്ല. അവൻ അറിയപ്പെട്ടത് ഒരു ഭൂതഗ്രസ്തൻ എന്ന നിലയിലാണ്. കാരണം അവനെ പിശാച് നയിച്ചുകൊണ്ടിരുന്നു. ഇതാണ് പിശാച് ഒരുവനെ നയിക്കുന്നത്.
അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു അവന്റെ അടുക്കിലേക്ക് അടുത്തു വന്നപ്പോൾ അവൻ പറഞ്ഞ, അല്ലെങ്കിൽ അവനിൽ വ്യാപരിച്ചതായ പിശാചുക്കൾ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്: കർത്താവെ, സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. അതായത് ഭാവിയിൽ കടന്നു വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരുവനാണ് പിശാച് എന്നാണ് അവിടുത്തെ ആ വാക്യത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിശാച് പരാജയപ്പെട്ടവനാണ്, അവൻ വിധിക്കപ്പെട്ടവനാണ്. അങ്ങനെയല്ലേ ദൈവവചനം പറയുന്നത്, അവൻ വിധിക്കപ്പെട്ടവനാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവന് നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യുവാനും സാധ്യമല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ഇപ്പോൾ ദണ്ഡിപ്പിക്കരുത്, സമയത്തിനു മുമ്പ് ദണ്ഡിപ്പിക്കരുത്. നോക്കൂ, അപ്പോൾ അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു പന്നിക്കൂട്ടം ഉണ്ടായിരുന്നു. ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ ഇവർ അനുവാദം ചോദിച്ചു. യേശു അത് കൊടുത്തു. അങ്ങനെ ആ ചെറുപ്പക്കാരിൽ നിന്നും ഈ ദുരാത്മാക്കൾ വിട്ട് അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് കയറി. ആ പന്നിക്കൂട്ടങ്ങളെല്ലാം തന്നെ കീഴ്ക്കാന്തൂക്കായി ഒരു വലിയ ഇറക്കത്തിലേക്ക് ഇറങ്ങി കടലിലേക്ക് ചാടി മുങ്ങി ചത്തു കളഞ്ഞുവെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഈ പിശാചിന് ഒരു ഇടം വേണം. ആ ഇടം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അനുയോജ്യമായ അന്തരീക്ഷമുള്ള ഒരു വ്യക്തിയിലാണ് പിശാച് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗദ്രദേശത്തെ ചെറുപ്പക്കാരന്റെ ആ ശരീരത്തിലേക്ക് പിശാചുക്കൾ കടന്നിട്ട് അവനെ നിയന്ത്രിക്കുക, അവനെ നയിക്കുക. നോക്കൂ, അവനെക്കുറിച്ച് ദൈവത്തിന് ഉപദേശമുണ്ട്. ദൈവം അവനെ കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവനെ ദൈവത്തിന് കൊടുക്കാതെ വണ്ണം അവന്റെ ശരീരത്തിൽ ഈ ഭൂതങ്ങൾ കയറിയിരിക്കുന്ന നിമിത്തം, നോക്കൂ, ആ ഭൂതാത്മാക്കൾ അല്ലെങ്കിൽ ആ പിശാചിന്റെ ആത്മാവ് എന്താണ് ആഗ്രഹിച്ചത്? ദൈവത്തിന്റെ ഉദ്ദേശമുള്ളവനെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് അവിടുത്തെ വലിയ ഉദ്ദേശം. പക്ഷേ ദൈവത്തിന്റെ അനുവാദമില്ലാതെ അവന്റെ പ്രാണനെ തൊടുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല എന്നുള്ള വലിയൊരു സത്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അതെ, ആ പന്നിക്കൂട്ടങ്ങളിലേക്ക് പ്രവേശിച്ചതായ ഈ ആത്മാക്കൾ, അവർ ഈ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ആത്യന്തിക ലക്ഷ്യം ആ പന്നികളിൽ അവർ നിവർത്തിച്ചു. എന്താണ്? ആ പന്നികളെല്ലാം തന്നെ കൂട്ടത്തോടെ ചത്തുപോയി. അങ്ങനെയാണെങ്കിൽ ഇവനെ കൊന്നുകളയാനായിരുന്നു പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനാണ് ഉദ്ദേശം. പിശാച് നമ്മെ ഉപദ്രവിക്കുവാൻ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മാനസിക മണ്ഡലത്തിലോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഭവനങ്ങളിലോ ആധിപത്യം ഇടുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. അതെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവസ്ഥനിലേക്കൊന്ന് മടങ്ങി വന്നേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള ദുഷ്ടപിശാചുക്കളെ കർത്താവ് തീർച്ചയായിട്ടും പുറത്താക്കുക തന്നെ ചെയ്യും. ഞാനിവിടെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, പിശാച് ഇവനെ നയിക്കുവാൻ ആഗ്രഹിച്ചു. അതേപോലെ തന്നെ മൃഗങ്ങളെ നയിക്കുവാൻ പിശാച് ആഗ്രഹിച്ചു. ഇങ്ങനെയാണ് ഈ ആത്മാക്കൾ നയിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ അമ്മ നമ്മോട് പറയുന്നത്, വി ഷുഡ് ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ആ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരും. എന്തിനു വേണ്ടിയാ? ടു ലീഡ് ആസ്. നമ്മെ നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ഈ ആത്മാവ് വസിക്കും. പക്ഷെ ആ രക്ഷിക്കപ്പെടൽ ശരിയായിട്ടുള്ള ജനീയമായിട്ടുള്ള ഒരു രക്ഷിക്കപ്പെടലായിരിക്കണം. പക്ഷെ പലപ്പോഴും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായ ആളുകൾ പോലും വീണ്ടും ജനനം എന്നുള്ള വിഷയം അറിയാതിരിക്കുന്നവരായ ആളുകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചില ഭവനങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി കടന്നുപോയപ്പോൾ ഒരു വലിയ ഒരു ധ്യാന ഗുരു, അദ്ദേഹത്തെ കണ്ടുമുട്ടുവാൻ എനിക്കിടയായി തീർന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ഒരു സ്നേഹ സംഭാഷണം, അന്വേഷണങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്നതായ ആളുകളെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ വീണ്ടും ജനനത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് വീണ്ടും ജനനം? ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഒരു കാര്യം അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എനിക്കിത് ആദ്യത്തെ അറിവാ. എനിക്ക് വലിയ അത്ഭുതമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ചെറുപ്പം മുതൽ തന്നെ അവർ ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ ചോദിച്ചു, അവരെങ്ങനെയാ ദൈവത്തിന്റെ മക്കളായി തീരുന്നത്? അവർ അവരുടെ ജീവിതത്തിൽ ഈ വിശ്വാസം ഏറ്റുപറഞ്ഞോ? അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവർ ദൈവവചനത്തെ
പ്രമാണിക്കുന്ന ആ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗൗരവമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. പിന്നീട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, വീണ്ടും ജനനത്തിലൂടെ അല്ലാതെ ഒരാൾക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയത്തില്ല. ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നീ വീണ്ടും ജനിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. കാരണം വിശുദ്ധ വേദപുസ്തകം വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നതായ വേദഭാഗം വ്യക്തിപരമായ ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ അവനിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചുമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ലീഡ് ചെയ്യാൻ തുടങ്ങും. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിച്ച് അടുത്ത ദിവസവും നമ്മൾ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നമ്മെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നു, നടത്തുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. മാനസാന്തരം എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് മാനസാന്തരം. സാധാരണയായിട്ട് ആളുകൾ ചിന്തിക്കാറുണ്ട്, മാനസാന്തരം എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല, മാനസാന്തരം എപ്പോഴും സംഭവിക്കേണ്ടതാണ്. മാത്രമല്ല, റോമർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതും ഒരു മാനസാന്തരം തന്നെയാണ്. മനസ്സ് പുതുക്കി, എൻ്റെ ഇന്നലത്തെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അല്പം മുമ്പ് എടുത്ത തീരുമാനം തെറ്റ്, അല്ലെങ്കിൽ ഞാൻ പ്രകടിപ്പിച്ച മനോഭാവം തെറ്റ്, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റ് എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുക. തെറ്റായിപ്പോയി. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ട ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ആ റിപ്പൻറ്റൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്ക് റിപ്പൻറ്റൻസ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, നമ്മെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ ദയയാണ്. ആ ദൈവത്തിന്റെ ദയ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ അത് മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവം ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ്, അതിനർത്ഥം നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവുമില്ല, നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടാത്ത വ്യക്തി, നിങ്ങൾ ദൈവത്തിന്റെ മക്കളുമല്ല. ഐ എം സോറി ടു സേ ദിസ്. എനിക്ക് ഇത് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. പക്ഷേ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടും പറയട്ടെ, ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്രകാരം നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ നിലയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും ക്രിസ്ത്യാനികൾ തന്നെ മദ്യപിക്കുന്നവരില്ലേ, സിഗരറ്റ് വലിക്കുന്നവരില്ലേ, ലോകരെ പോലെ ജീവിക്കുന്നവരില്ലേ, അവർക്ക് മാനസാന്തരം ഉണ്ടാകത്തെന്താ? അല്ലെങ്കിൽ അവർ പള്ളികളിൽ പോകുമ്പോൾ മാനസാന്തരത്തിന്റെ പ്രസംഗം കേൾക്കാത്തെന്താ? കാരണം ദൈവത്തിന്റെ ആത്മാവ് നയിക്കാത്തതുകൊണ്ട് മാനസാന്തരത്തിലേക്ക് അവർ കടന്നു പോകുന്നില്ല. ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ ഇല്ല എങ്കിൽ അതിനർത്ഥം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഇല്ല എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളുമല്ല. ദൈവത്തിന്റെ മക്കൾ ആയവർക്ക് എപ്പോഴും മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറഞ്ഞിട്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കൾ, അതെ, അവർ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ മക്കൾ എന്നുള്ള പദവിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നത്. അപ്പനും അമ്മയും അവർ പ്രകടിപ്പിക്കുന്ന സ്വഭാവം, അവരുടെ ഇഷ്ടം, അവർ നൽകുന്നതായ ശിക്ഷണം, അതിനോട് പ്രതികരിക്കാത്ത മക്കൾ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അവർ മക്കളല്ല. മറിച്ച് ആ മക്കൾ എപ്പോഴും തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ശിക്ഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ തന്നെ ചേഞ്ച് ചെയ്യുന്നവരായിത്തീരണം. അവരെ തന്നെ മാനസാന്തരമുള്ളവരായിരിക്കണം. അവിടെയാണ് പറയുന്നത്, പപ്പ ഐ എം സോറി, പപ്പ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ തിരുത്താം എന്ന് മക്കൾ നമ്മളോട് പറയുന്നത്. ഇതേ ഒരു മനോഭാവം നമുക്ക് ആത്മീയമായ വിഷയത്തിൽ ഉണ്ടാകണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ദൈവവചനം പറയുന്നതായ ഉപദേശങ്ങളെ നമ്മൾ അവഗണിച്ചു പോകാറുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നു, ഓ, എനിക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല,
ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വലിയ തെറ്റൊന്നുമല്ല എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉളവാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ദൈവമക്കൾ അല്ലാത്തതുകൊണ്ടാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവമക്കളായി തീരണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതേ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുന്ന ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഇതിന്റെ ബാക്കിയായിട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ സന്ദേശങ്ങൾ അനുഗ്രഹമാണെന്ന് ദയവായി എന്നെ അറിയിക്കുക. ഇത് മാത്രമല്ല, ഈ സന്ദേശം അനേകരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, അതേ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതെ, ഞാൻ നിങ്ങളോട് ഈ വചനം ശുശ്രൂഷിക്കുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയാണെന്നുള്ള കാര്യവും മറന്നുപോകരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകുന്നതായ അനുഭവത്തിൽ ദൈവമക്കൾ എന്നവണ്ണം ജീവിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞങ്ങൾ രക്ഷ പ്രാപിക്കും, യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ രക്ഷ പ്രാപിക്കും. ഇല്ല എന്നുള്ളത് ഇന്ന് ഈ കേട്ട വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനം കേൾത്ത ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. കൂടുതൽ ദൈവവചനം പഠിക്കുവാനും വചനം കേൾക്കുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി ഞങ്ങളെ വിളിക്കുക. കോട്ടയത്തിനടുത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലം, അതേ കൂട്ടായ്മയുടെ സ്ഥലം നിങ്ങൾക്ക് സന്ദർശിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ദൈവവചന പഠനത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.